എങ്ങോട്ട് പോണു മോളെ? അതെ, മെഴുക്കുവരട്ടിക്ക് എല്ലാം റെഡിയാക്കി ഉള്ളി തീർന്നിരിക്കുക. ഞാൻ റസിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഉള്ളി വാങ്ങിയിട്ട് വരാം. വേണ്ട, ഉള്ളി വാങ്ങിക്കാൻ പോയിട്ട് അവിടെ കഥയും പറഞ്ഞോണ്ടിരിക്കരുത്. ഉള്ളി വാങ്ങിച്ചോണ്ട് പെട്ടെന്ന് വരണം കേട്ടാ. ശരി. ആഹാ, പത്രം വായനയിലാണോ? അതെ, കുറച്ച് ഉള്ളി ഉണ്ടാവോ? ഇത് ഉള്ളി ഈ എന്നോട് വല്ല സ്വർണ്ണവും ചോദിക്കി. ആ, ഉള്ളിയുടെ വില നോക്ക്, സ്വർണത്തിന് അതിനെക്കാട്ടി കുറവാണ്. ഇതാ കമ്പോളം നിലവാരം കണ്ടോ? ഇങ്ങനെയായിരുന്നു ജീവിക്കാനായി എൻ്റെ യോഗം. ആ അപ്പോഴേക്കും സെന്റ് അടിച്ചു. അല്ല, ഈ ഇന്നലെ എവിടെ പോയി? അത് ഞങ്ങൾ ഇന്നലെ ഒരു സിത്തന്റെ അടുത്ത് പോയായിരുന്നേ. ഏട്ടന് എന്താ പറയാ, ഒരു മേൽഗതി ഇല്ല. അപ്പൊ ഞങ്ങൾ സിത്തന്റെ അടുത്ത് പോയി. അന്നേരത്ത് സിത്തൻ പറയാണ്, പിന്നെ ഏട്ടനെ സഹോദരനെ പോലുള്ള ഒരു സുഹൃത്തിന്റെ സഹായം സ്വീകരിക്കുന്നിടത്തോളം കാലം ഏട്ടനൊരു മേൽഗതി ഉണ്ടാവില്ല എന്നാണ് പറയണേ. അതാരപ്പ അങ്ങനെ ഒരു സഹോദരൻ? അല്ല, ഇങ്ങനെ ഒരേ മുലപ്പാലൊക്കെ കുടിച്ചു വളർന്നവരാകുമ്പോൾ സഹോദരന്മാരാവുമല്ലോ. ഇന്ത്യക്കായോ? അല്ല, അതല്ല അതിൻ്റെ തമാശ. എന്താന്ന് വെച്ചാലേ, ഇത് ഈ സിദ്ധൻ അങ്ങോട്ട് പറയുന്നോളൂ ഏട്ടൻ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് അങ്ങോട്ട് എണീറ്റ് ഒരൊറ്റ പോക്കാണ്. അങ്ങേരെ എന്താണ് മുഴുവൻ പറയുന്നതെന്നൊന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല. ഇനി എങ്ങാനും അയാൾ പറഞ്ഞത് ശരിയാണെങ്കിലോ, ഞങ്ങൾ വല്ല കോടീശ്വരന്മാരായി പോയാലോ? അതാണ്. നല്ല തമാശ. ഞാൻ ഇപ്പൊ ഇങ്ങനെ പത്രം വായിച്ചിട്ട് ഇരുന്ന് ചിരിക്കായിരുന്നു. എന്താണ്? അല്ല, ഇവിടെ ആ ഹെഡിങ് തന്നെ എന്താ അറിയോ? അമ്മ വേലി ചാടിയാ മോള് മതില് ചാടുന്നു. ഇതിലെന്താണ് ഇത്ര തമാശ? അല്ല, തമാശ എന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ വേലി ചാടിയിട്ട് ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് വെറുതെ ചിരി വന്ന്. എന്താ അറിയില്ല, ഉള്ളി എടുത്തിട്ട് വരാതെ മറന്നു. റസിയ, നീ എന്താ അങ്ങനെ പറഞ്ഞേ? നീ വേലി ചാടി ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ല. അപ്പൊ ഇവിടെ വേലി ചാടിയതാരാ? ഞാൻ. അതെ, എനിക്ക് കുറച്ച് ചീത്തപ്പേരുണ്ട്, കണക്കായി പോയി. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പക്ഷേ നീ നടത്തുന്ന പോലെ എന്റെ കെട്ടിയവനെ മണകൊണാഞ്ചനായിട്ടല്ല ഞാൻ നടത്തുന്നത്. എടോ, ഈ എന്തിനാടാ എഴുതാപ്പുറം വായിക്കണത്? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല. ഞാൻ ഉള്ളി എടുത്തിട്ട് വരാം. വേണ്ട, എനിക്ക് നിന്റെ ഉള്ളി വേണ്ട. നിന്റെ ഉള്ളിൽ ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. ആണെങ്കിൽ കണക്കായി പോയി. ഈ കൊണ്ടുപോയിട്ട് കേസ് എടുക്ക്. പോലീസ് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അല്ല, പിന്നെ ഓള് രാവിലെ തന്നെ വെറുപ്പിക്കാൻ വേണ്ടി വന്നിക്കണ്. ഇതിപ്പോ എന്റെ വീട്ടിൽ വന്ന് കിടക്കണതും പോരാഞ്ഞിട്ട് എന്റെ ഇക്ക കാരണം അത്ര ഓള് കൊടിച്ചിരി ആകത്ത്. കണക്കായി പോയി. പറഞ്ഞു തീർന്നോ? ആ, ഉള്ളി എനിക്ക് വേണ്ടേ നിന്റെ ഉള്ളി. ഓളുടെ ഒരു സിദ്ധനും ഒക്കെ കേക്കണം. ആ മനുഷ്യനെ പറഞ്ഞാ നീ എന്തോ പ്രൂവ് കൊടുക്കുന്നത്? റസിയ വെറുതെ എന്നെ വെക്കിട്ട് കയറാൻ വരും കേട്ടോ അമ്മേ. അല്ല, നീ ഉള്ളി വാങ്ങിക്കാൻ പോയതാ വഴക്കുണ്ടാക്കാൻ പോയതാ? ഞാനല്ല അമ്മേ. അല്ല, അപ്പൊ ഉള്ളി കിട്ടിയാ? ഉള്ളി ഇന്നിവിടെ ആരും ഉള്ളിട്ട് മെഴുക്കുവരട്ടി കഴിക്കണ്ട, അത്രേ ഉള്ളൂ. എന്തോ പറയാനാ, എനിക്ക് വയ്യേ. ഓക്കത് പറയേണ്ട ആവശ്യം എന്താണ്? ഒന്നാമത്തെ കാര്യം ഇവിടെ ഇറക്കാൻ വന്നാണ്, എന്നോട് ഉള്ളി ചോദിച്ച് വന്നാണ്. അതിന് ഓരോ നാണക്കേടും ഇല്ല. എന്താ പോട്ടേന്ന്? ഇത് ഇന്റെ വാപ്പാടെ വീടാണ്. ഇന്റെ വാപ്പ എനിക്ക് തന്ന വീട്. ആ വീട്ടിൽ വന്ന് നാണല്ലാതെ കിടക്കണതും പോരാ. എന്നിട്ട് ഇന്റെ കെട്ടിയാനെ പറയണതേ ഇതെങ്ങനെ കാര്യമില്ലാതെ ഇരിക്കണ? നിങ്ങള് മണഗുണാഞ്ചനാണ് നിന്റെ മുഖത്ത് നോക്കിട്ടാ ഓള് പറഞ്ഞേ. ആ മല്ലിക. ശരി, അങ്ങനൊക്കെ പറഞ്ഞോള്. നിങ്ങൾ എന്റെ കളിപ്പാവേണ്, മണഗുണാഞ്ചനാണ്, ഒരു കായന് കൊള്ളൂല, എന്തൊക്കെയാണ് ഓള് പറഞ്ഞത്. അയ്യോ, അത് തരക്കടില്ലല്ലോ. മല്ലിക, നിങ്ങള് കളിപ്പാവേണ് എന്റെ. അത് ചോദിക്കണല്ലോ, അങ്ങനെ ചോദിക്കാണ്ട് വിടാൻ പറ്റില്ലല്ലോ. അതെന്ത് വർത്താനോളൂ അങ്ങനെ പറഞ്ഞേ? അതന്നെ ഞാനും ചോദിച്ചത്. ശരി, ഇജ്ജ് ഇങ്ങനെ പറയണ മാതിരിയാണോ? അല്ല, ഇജ്ജ് പറഞ്ഞ മാതിരിക്ക് ഓള് പറയണതേ അത്ര ശരിയല്ലല്ലോ. ശരിയല്ലല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെ. എന്നാലും അത് ചോദിക്കണം, അത് ചോദിക്കട്ടെ, അത് ചോദിക്കണം. എന്താണ് ഓള്? അല്ല, ഞാനെന്താണ് ഓള് പറഞ്ഞ മാതിരി മറ്റേ എന്താണ് സാധനം അങ്ങനെ അവള് പറഞ്ഞ ആ ജാതി കൊണാഞ്ചനല്ല ഞാന് എന്നുള്ള ഓളുടെ അടുത്ത് തെളിയിച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂടെ കിടക്കണല്ലോ. അങ്ങനല്ലേ വേണ്ടേ? അപ്പൊ ഇന്ന് എവിടെ കിടക്കണ്? ഇന്ന് ഇജ്ജത്തിന് അങ്ങോട്ട് നീങ്ങി കിടന്നാ പോലെ അതിന്റെ അപ്പുറത്ത് കിടക്കാം. വെറുതെ ഓള് പറയണ നിങ്ങള് മണഗുണാഞ്ചനാണെന്ന്.
എന്താണ്? അല്ലാണ്ട് ഞാൻ ഇപ്പൊ എവിടെ പോയി കൊടുക്കും? ഒരു വാക്ക് പറഞ്ഞ വ്യവസ്ഥ വേണോ? അത് ശരി, അനക്ക് പിന്നെ ഇവിടുന്ന് മാറ്റി കടത്താണ്ടാണ്, അല്ലാണ്ട് ഓളുടെ അടുത്ത് ചോദിക്കണല്ലേ പ്രശ്നമല്ലേ? നിങ്ങളൊന്നും പറയണ്ടേ, നാളെ രാവിലെ ഞാൻ പോയിട്ട് ഓളോട് പറയും ഇതിന്റെ വാപ്പാടെ വീടാണ്, ഇവിടുന്ന് ഇറങ്ങി പോയിക്കോളാൻ. ഞാൻ വർത്താനൊന്നും പറയല്ല റസിയ, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ? ഞാൻ ചെന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കാലോ. പിന്നെന്താണ് ജന്ത് വർത്താനം വെച്ച് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിക്കൂ. ഇപ്പൊ മനസ്സിലായില്ലേ ഏട്ടാ, സിത്തം പറഞ്ഞില്ല എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. കൊറേയൊക്കെ നമ്മുടെ കുഴപ്പങ്ങളാണെന്ന്. എന്ത് കുഴപ്പം? ഞാൻ കുറച്ച് ഉള്ളിയാണ് പോയി ചോദിച്ചേ, അതിന് അവൾ എന്താ പറഞ്ഞേ? അമ്മ വേലി ചാടിയ മോള് മതില് ചാടുന്ന്. അതപ്പ അവൾക്ക് പറയേണ്ട കാര്യം എന്താ? എന്തിനാ അങ്ങനെ പറഞ്ഞവള്? എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞ? അവൾക്ക് നെകളിപ്പ് അല്ലാതെ എന്താ? നീ തിരിച്ചു പറഞ്ഞില്ലേ? ഞാൻ തിരിച്ച് നന്നായിട്ട് പറഞ്ഞു. പിന്നെ അവള് പറഞ്ഞു ഏട്ടൻ ഒരു കഴിവ് കേട്ടനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു നിന്റെ ഭർത്താവിനെ പോലെ മണഗുണാഞ്ചനല്ല എന്റെ ഭർത്താവെന്ന്. അങ്ങനെ നീ പറഞ്ഞോ? ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അന്നേരം നന്നായി. അല്ല, ഈ കാര്യം നീ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം കിട്ടോ? പോയി പറയട്ടെ, എനിക്കാരെയും പേടിയൊന്നുമില്ല. അല്ല, അവരൊക്കെയും കൂടിയല്ലേ നമ്മൾ ഇവിടെ എത്താനുള്ള കാരണം. അല്ലാണ്ട് പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണോ? അവനും കൂടി ചെയ്ത് തന്നെയാണ് ഇത്. എന്താ സംശയം? പരീക്കോട് പോയി പറ ഭാര്യനെ ഒന്ന് നിലയ്ക്ക് നിർത്താനായിട്ട്. നാളെ അവൾ എന്തെങ്കിലും പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറാൻ വന്ന ഞാൻ പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് വേണ്ടെന്ന് പറഞ്ഞേ? ഈ കാണത്തില്ലാന്നോ? ഈ കാണത്തില്ലാണ്ട് എന്നെ കൂടെ പറപ്പിനെ പോലെ അന്നെ അവിടെ കയറ്റി പാർപ്പിച്ചേ. പാർപ്പിച്ച കാര്യം എന്നെ കുണ്ടി ചാടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞാനാണ് ഒരു കാര്യം ഞാൻ പറയാ. ഈ വരട ഇപ്പുറത്തേക്ക് എന്റെ കാലിന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയാണ് കൊല്ലും ഞാൻ. നിന്നെ കൊന്നു കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് എന്നെ കൊല്ലുന്നത്? നിന്റെ വേഷങ്ങത്തിൽ പെണ്ണുങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് എന്റെ കോടല് നമുക്ക് ഇതിന് വലിയ വർത്താനം പറയണവൻ എന്നോടാ കളിക്കാൻ പറഞ്ഞ. ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കത്തിക്കളി കയ്യാൻ കളിയാവുമെന്ന് ആരും കരുതിയില്ല. രണ്ടും കൂടെ എന്റെ മക്കളെ കൊലക്ക് കൊടുക്കുവോ? ആർക്കായിരുന്നു ഇത്ര നിർബന്ധം രണ്ടിനെയും കൂടെ തമ്മിൽ അടുപ്പിക്കാൻ? രണ്ടിലൊന്നും തീരുമെന്ന് ഉറപ്പായില്ലേ? എന്നിട്ടമ്മന്നൊന്നും എന്നെ വിളിക്കരുത്. ഉള്ള സമാനം പോയില്ലേ എനിക്ക്? ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്നോട് നീ ക്ഷമിക്ക്. നീ ഇപ്പൊ ക്ഷമ ചോദിച്ചിട്ട് എന്തിനാ? ഓരങ്ങനെ വിട്ടേ ശരിയാവില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണോ? നമുക്ക് ജോസൂട്ടിനെ വിളിച്ചാലോ? ജോസൂട്ടിനോട് പറയാ, മൂപ്പരിക്കാവുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ കേട്ടിടത്തോളം ഗൗരവമുള്ള കാര്യമാണ്. വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നും പറഞ്ഞാൽ രണ്ടാളും നടക്കുന്നത്. ഞാൻ എന്നെ കൊണ്ട് ആയത് പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഇവര് ഇനി ആയുസിലും മിണ്ടൂല എന്നാ പറയണത്. അയ്യോ, അങ്ങനെ പറയില്ല. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്ക്. എന്ത് വഴി ഉണ്ടാക്കാനാണ്? മല്ലിക ചോദിച്ചു വന്നപ്പോ ഇത്തിരി ഉള്ളി അങ്ങോട്ട് എടുത്തു കൊടുത്താൽ തീരേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ. നിനക്ക് വാസൂട്ടിന് അങ്ങനെ എരിവിരി കയറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ എത്ര ആളെന്ന് വെച്ചാ ആ ചായ്പിൽ കിടക്കുന്നത്, അതോർത്ത് ഞാനൊന്നും പറഞ്ഞു പോയതാ. പറഞ്ഞു പോയത് ഇപ്പൊ കൂടപ്പറപ്പുകൾ തമ്മിൽ വാക്കത്തിയും പിച്ചാത്തി എടുത്തപ്പോ സമാധാനം ഇല്ല നിങ്ങൾക്ക്? ഇനി അതന്നെ പറയണേ എന്തിനാ? പിന്നെ പറയണ്ടേ? ഞാനിപ്പോ എന്താ ചെയ്യണേ ഇതില്? എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? ആലോചിച്ചിട്ട്. അതേ, മുള്ളോണ്ട് തന്നെ എടുക്കേണ്ടി വരും. എന്ത് മുള്ള്? ആ മുള്ളല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണത്. നമ്മുടെ വാസൂട്ടിയുടെ ഉള്ളിലൊരു മുള്ള് കിടപ്പില്ല, ആ സിദ്ധം പറഞ്ഞു കൊടുത്തത്. പരീക്കുട്ടിയുടെ കൂടി നടക്കണോണ്ടാണ് നിങ്ങൾക്ക് മേൽഗതി ഇല്ലാത്തതെന്ന്. അത് നമുക്ക് തിരിച്ചൊരു നമ്പർ ഇറക്കി പൊളിക്കാന്ന്. എന്ത് നമ്പർ? റസിയ, ഞാനൊരു കൈ നോക്കണ ആളെ കൊണ്ട് അവിടെ വരും. അപ്പം മല്ലിക നിർബന്ധിച്ച് വാസൂട്ടിനെ അയാളെ കൊണ്ട് കൈ നോക്കിക്കണം. അയാൾ പറയണത് കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് പഴയതിലും സ്നേഹത്തോടെ അവർ ജീവിച്ചോളും. അതെങ്ങനെ? ഞാൻ പറഞ്ഞു വിടുന്ന ആളല്ലേ കൈ നോക്കാൻ പറഞ്ഞ. ആ ജാതി തള്ളേ അവൻ തള്ളുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറി ക്ലിയർ ആയിക്കോളും. പോയിക്കോ. എന്നാ പിന്നെ വേഗം വരാൻ പറയ്. വേഗം വരാൻ പറഞ്ഞ് എനിക്ക് കാശ് ചെലവുണ്ട്. കോസ്റ്റ്യൂം വാടക എടുക്കണം, ആർട്ടിസ്റ്റ് വേണം, സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഈ തത്തമ്മ വേണം.
തത്തമ്മയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാശ് ചെലവാകും. അയ്യോ എന്നാ വേണ്ട കേട്ടോ. എന്നാ തത്തമ്മ ഇല്ലാത്ത കൈനോട്ടക്കാരൻ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എത്ര റുപ്യ വേണ്ടി വരുമായിരിക്കും? ഒരു 10,000-6,000 രൂപ വേണ്ടി വരും. അയ്യോ പൈസ ഇല്ലെങ്കിൽ സ്വർണ്ണമായിട്ട് തന്നാൽ ഞാൻ പണയം വെച്ചെടുത്തോളാം. വേണ്ട, കായ് ഞാൻ തരാം. ആ എന്നാ പോയിക്കോ. ഞാൻ നാളെ രാവിലെ കൈ നോക്കണ ആളായിട്ട് അങ്ങോട്ട് വരാം. ഉറപ്പായിട്ടും വരുമോ? വരാ. എന്നിട്ട് ഇതൊക്കെ ശരിയായി കഴിയുമ്പോ ഇത് യോസൂട്ടിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് എന്റെ മാനം കളയരുത്. എന്നാ പോയിക്കോ. നിങ്ങൾ മുങ്ങരുത്. ഇല്ലാന്ന് ഒരു കാര്യം ഏറ്റെടുത്താ ഏറ്റതാണ്. ധൈര്യമായിട്ട് പോ. നേരം വെളുത്തപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് കയറുന്ന ഒരു കോളായിട്ട് വന്നിട്ടുണ്ട്.